അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹായ് എവരിവൺ. പ്രിയമുള്ള ഈ ക്ലാസ്സിലെ പഠിതാക്കളെ, നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഒരു നാഴികക്കല്ലിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഇരുപതാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇരുപതാമത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അവൻ പറയട്ടെ എന്നുള്ളതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവൾ പറയട്ടെ എന്നതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവർ പറയട്ടെ എന്നതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ പറയട്ടെ എന്നതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ചെറിയ വേരിയേഷൻ ആയിട്ടുള്ള ഒരു പുതിയ പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഒരു പേര് നടുവിൽ വെച്ചിട്ട് ലെറ്റിൻ്റെ ശേഷം ഒരു പേര് വെച്ച് കഴിഞ്ഞാൽ ആ ആളത് ചെയ്യട്ടെ എന്നുള്ള അർത്ഥം കിട്ടും. ഉദാഹരണത്തിന് അനസ് അത് ചെയ്യട്ടെ എങ്ങനെ പറയും? ലെറ്റ് അനസ് ഡു ദാറ്റ് എന്നാണ് പറയേണ്ടത്. ലോകം കേൾക്കട്ടെ, ഇപ്പോൾ ഇവിടെ ലോകമാണ് കേൾക്കുന്നത് എങ്കിൽ നമുക്കവിടെ ലെറ്റിന് ശേഷം ദ വേൾഡ് എന്ന് പറഞ്ഞാൽ മതി. ലെറ്റ് ദ വേൾഡ് ഹിയർ, ലോകം കേൾക്കട്ടെ. സമയം തെളിയിക്കട്ടെ, കാലം തെളിയിക്കട്ടെ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതിന് ലെറ്റ് ദ ടൈം പ്രൂവ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് വെച്ചത്? ലെറ്റ് എന്നുള്ളതാണ് ഉപയോഗിച്ചത്. അതിനുശേഷം ആരാണോ കേൾക്കുന്നത് എങ്കിൽ പേരാണെങ്കിൽ പേര് വെക്കാം. ലെറ്റ് പ്ലസ് നമ്മൾ എഴുതിയിട്ടുണ്ട്, ലെറ്റ് പ്ലസ് നെയിം അല്ലെങ്കിൽ ദ വേൾഡ് എന്നോ ദ ടൈം എന്നോ എന്താണെന്നുവെച്ചെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ആളെ പേരുകളാണെന്നുവെച്ചെങ്കിൽ അവിടെ വെച്ച് കൊടുക്കുക. എന്ത് പറ്റൂല? ഹിം എന്നോ ഹെർ എന്നോ ദം എന്നോ അസ് എന്നോ ഒന്നും വെക്കരുത്. അവയൊക്കെ വെക്കേണ്ടതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ കഴിഞ്ഞ പാഠങ്ങളിൽ ഉണ്ട്. അപ്പോൾ അവർ ചെയ്യട്ടെ എന്നുള്ളതാണ് പറയേണ്ടത് എങ്കിൽ ആ പാഠത്തിലേക്ക് പോയി അതിൻ്റെ ഘടനയിൽ പറയണം. അവൾ ചെയ്യട്ടെ, അവർ ചെയ്യട്ടെ, ഞാൻ ചെയ്യട്ടെ എന്നതിനൊക്കെ വ്യത്യസ്തമായ പാഠങ്ങളിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരാളുടെ പേര് പറഞ്ഞിട്ട് ആ ആൾ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ലെറ്റ് അതിനുശേഷം പ്ലസ് നെയിം, ആ പേര്, അതിനുശേഷം വെർബ് വെച്ച് കഴിഞ്ഞാൽ ആ ആളത് ചെയ്യട്ടെ എന്നാണ്. ഉദാഹരണത്തിന് യൂസുഫ് ഇരിക്കട്ടെ എന്നാണ് പറയേണ്ടത് എങ്കിൽ ഇരിക്കുക എന്നതിനുള്ള വെർബ് സിറ്റ് എന്നാണ് നമുക്കറിയാം. അപ്പോൾ ലെറ്റ് യൂസുഫ് സിറ്റ് എന്നാണ് പറയേണ്ടത്. ലെറ്റ് ഫസ്റ്റ് പറയുന്നു, യൂസുഫ് എന്ന ആളുടെ പേര് പറയുന്നു, മൂന്നാമത് സിറ്റ് എന്ന വെർബ് പറയുന്നു. ലെറ്റ് യൂസുഫ് സിറ്റ്, യൂസുഫ് ഇരിക്കട്ടെ. ഷഹ്മ പാടട്ടെ എന്നാണ് പറയേണ്ടത് എങ്കിലോ ലെറ്റ് ഷഹ്മ സിംഗ് എന്നാണ് പറയേണ്ടത്. സാജിദ് എഴുതട്ടെ എന്നാണ് പറയേണ്ടത് എങ്കിലോ ലെറ്റ് സാജിദ് റൈറ്റ്. ഫാസ് കളിക്കട്ടെ എന്നാണ് പറയേണ്ടത് എങ്കിലോ ലെറ്റ് ഫാസ് പ്ലേ. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കട്ടെ എന്നാണെങ്കിലോ ലെറ്റ് ചിൽഡ്രൻ പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ ഇവിടെ ലെറ്റ് ഫസ്റ്റ് വെച്ചു, അതിനുശേഷം സബ്ജക്റ്റായി വരുന്ന ഈ നിശ്ചിതമായ പേരുകൾ അത് രണ്ടാമത് വെച്ചു, മൂന്നാമത് വെർബ് വെച്ചു. അപ്പോൾ ആ ആളുകൾ അത് ചെയ്യട്ടെ എന്നുള്ള അർത്ഥം നമുക്ക് നിഷ്പ്രയാസം കിട്ടും. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളെ നമുക്ക് ധാരാളമായി പ്രയോഗിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പാഠം. ഫസ്റ്റ് ലെറ്റ് പ്ലസ് നെയിം. ഇനി അല്ലെങ്കിൽ വളരെ പ്രാപഞ്ചിക സത്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ലെറ്റ് ദ വേൾഡ് അങ്ങനെ പറയാം. ലെറ്റ് ദ വേൾഡ് സീ, ലോകം കാണട്ടെ, ലോകം അറിയട്ടെ. ലെറ്റ് ദ വേൾഡ് നോ, ഇങ്ങനെയൊക്കെ പറയാം. അതിനുശേഷം നമ്മൾ വെർബാണ് മൂന്നാമത് വെക്കേണ്ടതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഏതാനും ഉദാഹരണങ്ങൾ പരിചയപ്പെടാം. ഫസ്റ്റ് ഇവിടെ ലെറ്റ് ബ്രദർ കം, സഹോദരൻ വരട്ടെ. ഇവിടെ നമ്മൾ ബ്രദർ എന്നതിൻ്റെ അവിടെ ഏതെല്ലാം സ്ഥാനപ്പേരുകളുണ്ടോ അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ടീച്ചർ വരട്ടെ എന്നാണെങ്കിൽ ലെറ്റ് ടീച്ചർ കം. മന്ത്രി വരട്ടെ എന്നാണെങ്കിൽ ലെറ്റ് മിനിസ്റ്റർ കം. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യട്ടെ എന്നാണ് പറയേണ്ടത് എങ്കിൽ ലെറ്റ് ദ പ്രൈം മിനിസ്റ്റർ ഇനാഗുറേറ്റ് ദിസ് ഫംഗ്ഷൻ. പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യട്ടെ എന്നാണ് അതിന് നമ്മളവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ലെറ്റിന് ശേഷം നമ്മളിവിടെ ഏതെല്ലാം സ്ഥാനപ്പേരുകളുണ്ടോ ഏതെല്ലാം ആളുകളുടെ പേരുണ്ടോ അതൊക്കെ അവിടെ കൊടുക്കാം എന്നർത്ഥം. ലെറ്റ് മദർ മേക്ക് സ്നാക്സ്, മാതാവ് സ്നാക്കുകൾ ഉണ്ടാക്കട്ടെ. ലെറ്റ് ഫസ്റ്റ് കൊടുത്തു, മദർ എന്നുള്ള സബ്ജക്റ്റ് അവിടെ കൊടുത്തു, മേക്ക് എന്നുള്ള വെർബ് മൂന്നാമത് കൊടുത്തു, പിന്നെ നാലാമത് നമ്മൾ ആവശ്യാനുസരണം സ്നാക്സ് എന്നുള്ള വാക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇതാണ് ഇവിടെ വാക്യഘടന. ഇനി നമുക്ക് ഇങ്ങനെ പറയാം. ഈ ഒരു ഉദാഹരണം നോക്കാം. ലെറ്റ് മൈ ഹാൻഡ്സ് സ്പീക്ക് ഫോർ മീ. ലെറ്റ് ഫസ്റ്റ് കൊടുത്തു, ഇവിടെ മൈ ഹാൻഡ്സ് എന്നുള്ളതാണ് എൻ്റെ കൈകൾ, അതാണ് നമ്മൾ മധ്യത്തിൽ കൊടുത്തിട്ടുള്ളത് സബ്ജക്റ്റിൻ്റെ ആ സ്ഥാനത്ത്. സ്പീക്ക് ഫോർ മീ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് എങ്ങനെയാണ്? എനിക്ക് വേണ്ടി എൻ്റെ കൈകൾ സംസാരിക്കട്ടെ. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. കൈകൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അത് അങ്ങനെയാണ്, അതിൻ്റെ ഒരു ആലങ്കാരിക പ്രയോഗമാണ്. വാക്യഘടന നമ്മൾ ഈ പഠിച്ച വാക്യഘടനയാണ്. എനിക്ക് വേണ്ടി എൻ്റെ കൈകൾ സംസാരിക്കട്ടെ. ലെറ്റ് മൈ ഹാൻഡ് സ്പീക്ക് ഫോർ മീ. എനിക്ക് വേണ്ടി എൻ്റെ കൈകൾ സംസാരിക്കട്ടെ എന്നാണ് അർത്ഥം വരിക. ഇനി നമ്മൾ അവിടെ പേര് കൊടുക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ എഴുതിയത്. ലെറ്റ് അനസ് ഡു ദിസ് വർക്ക്. ലെറ്റ് അനസ് ഡു ദിസ് വർക്ക്. അനസ് ഈ ജോലി ചെയ്യട്ടെ.
ഫസ്റ്റ് ലെറ്റ് കൊടുത്തു, ശേഷം മധ്യത്തിൽ അനസ് എന്നുള്ള ഒരു പേര് കൊടുത്തു, മൂന്നാമത് ഡു എന്നുള്ളൊരു വെർബ് കൊടുത്തു. അത് നമുക്ക് ഇവിടെ ഏതാണെന്നെങ്കിൽ പേര് അവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏതെല്ലാം പേരുകളുണ്ടോ അതെല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു ഉദാഹരണങ്ങൾ ഉണ്ടാക്കാം. ഡു എന്നതിന് ഏതെല്ലാം വെർബുകൾ അവിടെ മാറ്റി വെക്കാൻ പറ്റുമോ, ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ആളുകൾക്ക് എന്ത് ചെയ്യാം, മാറ്റിമറിച്ച് ഉദാഹരണങ്ങൾ ഉണ്ടാക്കാം. ഇതൊരു പേരിന് ഉദാഹരണം കാണിച്ചു എന്ന് മാത്രം, ഇതൊരു വെർബിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ എഴുതിയ ഉദാഹരണത്തിൽ ലെറ്റ് അനസ് ഡു ദിസ് വർക്ക്, അനസ് ഈ ജോലി ചെയ്യട്ടെ, അനസ് ആ ജോലി ചെയ്യട്ടെ എന്നാണെങ്കിൽ ലെറ്റ് അനസ് ഡു ദാറ്റ് വർക്ക് എന്നാണ് പറയേണ്ടത്. ഇനി നമ്മൾ മറ്റൊരു ഉദാഹരണം, ഒരു ആലങ്കാരിക പ്രയോഗമായിട്ട് വരുന്നൊരു ഉദാഹരണം, സമയത്തെ നമ്മൾ മധ്യത്തിൽ വെച്ചാൽ ലെറ്റ് ദ ടൈം പ്രൂവ്, കാലം സമയം തെളിയിക്കട്ടെ. പ്രൂവ് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ അർത്ഥം തെളിയിക്കുക എന്നാണ്. അപ്പോൾ ലെറ്റ് ദ ടൈം പ്രൂവ് ദിസ്, കാലം ഇത് തെളിയിക്കട്ടെ എന്നാണ് അർത്ഥം. കാലം ഈ സത്യം തെളിയിക്കട്ടെ. ലെറ്റ് ദ ടൈം പ്രൂവ് ദിസ് ട്രൂത്ത്, കാലം ഈ സത്യം തെളിയിക്കട്ടെ എന്നുള്ള അർത്ഥം കിട്ടും. നമുക്കിവിടെ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കാമെന്നർത്ഥം. മറ്റൊരു സെൻറ്റൻസ് എഴുതി ലെറ്റ് ദ വേൾഡ് സീ, ലോകം കാണട്ടെ. ലെറ്റ് ദ വേൾഡ് സീ യുവർ പെർഫോമൻസ്, ലോകം നിൻ്റെ പ്രകടനം കാണട്ടെ. യുവർ പെർഫോമൻസ്, നിൻ്റെ പ്രകടനം. ലെറ്റ് ദ വേൾഡ് സീ യുവർ എബിലിറ്റി, ലോകം നിൻ്റെ കഴിവ് കാണട്ടെ എന്ന് നമുക്ക് ആവശ്യാനുസരണം സെൻറ്റൻസുകളെ ദീർഘിപ്പിച്ച് വ്യത്യസ്തമായ വാക്കുകൾ ചേർത്തുകൊണ്ട് വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. വി ക്യാൻ മേക്ക് മെനി എക്സാമ്പിൾസ് യൂസിങ് ദീസ് വേർഡ്സ് ആൻഡ് ദീസ് സ്ട്രക്ചേഴ്സ്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ലെറ്റ് ദ വേൾഡ് ഹിയർ യുവർ വോയിസ്. യുവർ എന്നാണ് വേണ്ടത്, യുവർ, YOUR വേണം. ലെറ്റ് ദ വേൾഡ് ഹിയർ യുവർ വോയിസ്, ലോകം നിങ്ങളുടെ ശബ്ദം കേൾക്കട്ടെ. ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നതിനുള്ള വെർബാണ്. ലെറ്റ് ദ വേൾഡ് ഹിയർ യുവർ വോയിസ്, ലോകം നിങ്ങളുടെ ശബ്ദം കേൾക്കട്ടെ. ഇതാണ് ഈ സെൻറ്റൻസിന് നമുക്ക് അർത്ഥം കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരാളൊരു കാര്യം ചെയ്യട്ടെ എന്ന് പറയാനും, അല്ലെങ്കിൽ ഒരു പ്രാപഞ്ചിക സത്യങ്ങളെ വെച്ചിട്ട് ആ ലോകം അത് കാണട്ടെ, ലോകം അത് കേൾക്കട്ടെ, അല്ലെങ്കിൽ കാലം തെളിയിക്കട്ടെ എന്നിത്യാദി ഉദാഹരണങ്ങളൊക്കെ പറയാൻ, എന്നിത്യാദി വാചകങ്ങളൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ വാക്യഘടനയാണ്. ലെറ്റ് പ്ലസ് ആ പേര് അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രാപഞ്ചിക സത്യങ്ങൾ ഏതാച്ചെങ്കിൽ അത്, അതിന് ശേഷം വെർബ്. ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ ഉപയോഗിക്കേണ്ടത്. ഈ പാഠം ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഈ ഒരു സെൻറ്റൻസിനെ നാം പ്രാക്ടീസ് ചെയ്ത് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ നിഷ്പ്രയാസം ഉണ്ടാക്കി ഉദാഹരണങ്ങളിലൂടെ കടന്നു പോവുക. ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക.